ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് ബഹ്റൈൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ്. ഗലാത്ത് അൽ ബഹ്റൈൻ അഥവാ ബഹ്റൈൻ ഫോർട്ട്. യുനെസ്കോയുടെ ലോക പാരമ്പര്യ സ്വത്തുക്കളുടെ ഇടം പിടിച്ച ഈ കോട്ടയ്ക്ക് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ദിൽമുൻ നാഗരികതയുടെ ഓർമ്മ പുതുക്കുന്ന ഈ മനോഹരമായ ഒരു സ്ഥലം നമുക്ക് കാണാം. ഈ കാണുന്ന കോട്ടയ്ക്ക് ഒന്നിലധികം ചരിത്ര പാളികളുണ്ട്. BC 2300 ഇവിടെ മനുഷ്യവാസം ആരംഭിക്കുന്നത്. 5 മില്ലേനിയങ്ങൾക്ക് മുമ്പ് അന്നത്തെ പ്രശസ്തമായ ദിൽമുൻ നാഗരികതയുടെ പ്രധാന തുറമുഖവും തലസ്ഥാനവുമായിരുന്നു ഈ പ്രദേശം. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വലിയ കോട്ട നിർമ്മിച്ചത് 16-ാം നൂറ്റാണ്ടിൽ ബഹ്റൈൻ കീഴടക്കിയ പോർച്ചുഗീസുകാരാണ്. അതുകൊണ്ടാണ് ഇതിനെ പലരും പോർച്ചുഗീസ് ഫോർട്ട് എന്ന് വിളിക്കുന്നത്. പോർച്ചുഗീസുകാർ തങ്ങളുടെ നാവിക താവളമായിട്ടാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. കടലിൽ നിന്നുള്ള ശത്രുക്കളുടെ ആക്രമണം പ്രതിരോധിക്കാൻ വലിയ പീരങ്കികളും ചുറ്റും വെള്ളം നിറഞ്ഞ വലിയൊരു കിടങ്ങും അവർ നിർമ്മിച്ചു. ഇവിടെ നിന്ന് നോക്കിയാൽ പേർഷ്യൻ ഉൾക്കടൽ വ്യക്തമായിട്ട് കാണുന്നതാണ്. കോട്ട കണ്ടു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ഗലാത്ത് അൽ ബഹ്റൈൻ മ്യൂസിയവും തീർച്ചയായും സന്ദർശിക്കണം. ഇവിടെ നടത്തിയ ഉത്ഖനനത്തിൽ ലഭിച്ച കളിമൺ പാത്രങ്ങളും BC കാലഘട്ടങ്ങളിലെ മുദ്രകളും ആയുധങ്ങളും എന്നിവയെല്ലാം ഇവിടെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. കോട്ട കാണാൻ സൗജന്യ പ്രവേശനം രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. മ്യൂസിയത്തിൽ കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. 2200 ടിക്കറ്റ് ചാർജ്. എല്ലാം ചൊവ്വാഴ്ചകളിൽ അവധിയാണ്. ഗുഹകളാണ്. കോട്ടയ്ക്കുള്ളിലെ കിണറാണിത്. പഴയ കാലത്ത് ശത്രുക്കൾ കോട്ട വളയുന്ന സമയത്ത് മാസങ്ങളോളം ഉള്ളിൽ കഴിയാൻ ഈ കിണറിലെ വെള്ളമാണ് സൈനികരും ഭരണാധികാരികളും സഹായിച്ചിരുന്നത്. കോട്ടയുടെ ഓരോ കല്ലിനും ഓരോ കഥ പറയാനുണ്ട്. പ്രത്യേകിച്ച് ചരിത്രപരമായ ഈ കിണറിന് പ്രകൃതിയുടെ അത്ഭുതവും മനുഷ്യൻ്റെ നിർമ്മാണ വൈദ്യവും എത്ര മനോഹരമായി ഒന്നിക്കുന്നു എന്നതിൻ്റെ ജീവിക്കുന്ന തെളിവാണ് നമ്മൾ ഈ കാണുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന ദിൽമുൻ നാഗരികതയുടെയും പിന്നീട് വന്ന ഭരണാധികാരികളുടെയും പ്രധാന കുടിവെള്ള സ്രോതസ്സായിരുന്നു ഇത്. ചുറ്റും ഉപ്പുരസമുള്ള കടലാണെങ്കിലും ബഹ്റൈൻ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ 2 കടലുകൾ എന്നാണ്. അതായത് ഉപരിതലത്തിലെ ഉപ്പുവെള്ളവും ഭൂമിക്കടിയിലെ ശുദ്ധജലവും മരുഭൂമിയോട് ചേർന്നുള്ള ഈ കോട്ടയ്ക്കുള്ളിൽ എങ്ങനെ ഇത്രയും ശുദ്ധമായ കുടിവെള്ളം ലഭ്യമായി എന്നത് തന്നെ ഏതൊരു സഞ്ചാരിയെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഭയങ്കര ചൂടാവിടെ, ഒരു രക്ഷയില്ല. 5 മണി വരെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ 8 മണിക്ക് വരെ ഉണ്ടെന്ന് പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നു. വയർത്ത് കുളിച്ചു മൊത്തം. ഇവിടെ അതേപോലെ തന്നെയാണോ? ഇവിടെ ഇതിൻ്റെ എന്തോ ചെയ്യുന്നുട്ടോ, എന്തോ വർക്കുകളുള്ള സ്ഥലമല്ലേ. പോയി നോക്ക്. ഇവിടെ ആണോ ഓരോരോ ഗുഹകൾ, ഇതിലൂടെ ഓരോ അറകൾ. കോട്ടയിലെ ചില മുറികളുടെ നിലത്ത് പ്രത്യേക രീതിയിൽ ചാലുകൾ കീറിയ കൽത്തറകൾ കാണാം. ഈന്തപ്പഴം അമർത്തി തേനൂറ്റിയെടുക്കാൻ ദിൽമുൻ ഇസ്ലാമിക് കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന പരമ്പരാഗത സംവിധാനമാണിത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുള്ള ഈ കോട്ടയിലെ തറക്കല്ലുകൾ കാലാകാലങ്ങളായി ഇവിടെ ഭരണം നടത്തിയ ദിൽമുൻ, കാസറ്റ്, ഗ്രീക്ക്, പോർച്ചുഗീസ് സംസ്കാരങ്ങളുടെ വാസ്തുവിദ്യാ മികവിനെ വിളിച്ചോതുന്നു. ഈ കോട്ടയുടെ
ചുറ്റും ചാലുകളാണ്, വലിയ കിടങ്ങുകളാണ്. ആർക്കും പെട്ടെന്ന് ഇങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റില്ല. കല്ലുകളിൽ കൊത്തിയെടുത്ത ഈ ഇടുങ്ങിയ ജനലുകൾ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനും അകത്തു നിൽക്കുന്ന പടയാളികൾക്ക് പുറത്തേക്ക് അമ്പെയ്യാനും തോക്കുകൾ ഉപയോഗിച്ച് വെടിവെക്കാനും വേണ്ടിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പുറത്തുനിന്ന് നോക്കുന്ന ശത്രുക്കൾക്ക് കോട്ടയ്ക്കുള്ളിലേക്ക് ആക്രമണം അഴിച്ചുവിടാൻ സാധിക്കില്ല. എന്നാൽ അകത്തു നിൽക്കുന്നവർക്ക് കോട്ടയുടെ ചുറ്റുമതിലുകളിലേക്കും കടൽ തീരത്തേക്കും വ്യക്തമായ കാഴ്ചയും ലഭിക്കുകയും ചെയ്യും. നഗരത്തിൽ നിന്ന് വരുന്നവരും ഇവിടെ താമസിക്കുന്നവരും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണിത്. പ്രത്യേകിച്ചും വൈകുന്നേരങ്ങളിൽ കുടുംബത്തോടൊപ്പം വരാൻ പറ്റിയ ഒരു ശാന്തമായൊരു അന്തരീക്ഷം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.